ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കോവക്കായ മെഴുക്ക് പുരട്ടിയാണ്. അതിനായി 1/2 കിലോ കോവക്കായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നുറുക്കുന്നതിനേക്കാൾ മുൻപായി ഒരു അരമണിക്കൂർ നേരം കല്ലുപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ കഴുകിയിട്ടാണ് ഇങ്ങനെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നീളത്തിലായാലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നന്നാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ സബോള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുകയാണ്. ഈ സബോള ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി മിക്സ് ആവുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്ന അരമുറി തേങ്ങ അത് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ചിരകിയത് ബ്രൗൺ കളറാവുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഇടിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കറി രുചിയില്ലാതാവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള കോവക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടി മിക്സ് ആവണ തരത്തിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഈ കോവക്കായയിൽ എല്ലാ കൂട്ടും മിക്സ് ആവണ തരത്തിൽ പതുക്കെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് തീ കൂട്ടിയിട്ട് ഒരിക്കലും വേവിക്കാൻ പാടില്ല. തീ കുറച്ചിട്ടിട്ട് ചെറുതീയിലാണിത് വേവിക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും എന്നാൽ ഉള്ളു വേവാണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം ഞാനൊരു ലിഡ് വെച്ച് അടച്ച് വേവിക്കുകയാണ്. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാനിപ്പോൾ ലിഡ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ കുക്കഡായിട്ട് വരുന്നുണ്ട്. ഈ കോവക്കായൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഷുഗറൊന്നും വരാൻ സാധ്യത കുറവാണ്. അത്രയും നല്ല പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് കോവക്കായ. ഇത് നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെയും ഇത് തന്നെയും തിന്നാം. അത്രയും ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണിത്. ഇതിപ്പോൾ ഞാൻ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുക്കഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് പകർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.